നമസ്കാരം, ഞാൻ ആര്യ. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ എല്ലാവരും സേഫായിട്ടിരിക്കുന്നു കേട്ടോ. എല്ലായിടത്തും മഴയൊക്കെ കുറഞ്ഞു. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. പിന്നെന്താ, ദിവാലിയൊക്കെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും സന്തോഷമായിട്ടും സേഫായിട്ടും ഒക്കെ ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, അതിന് മുന്നേ എല്ലാം ഓക്കെ ആകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനും ചെറിയ രീതിയിലുള്ള ദിവാലി പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ ചെറിയൊരു ഷോപ്പിംഗ്, ഒരു റാൻഡം ഹോളാണ്. കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കുറേ മുന്നേ ഓർഡർ ചെയ്തതും ഒക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുപാട് ലേറ്റ് ആകാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കുറച്ച് ജ്വല്ലറീസ് കാണാം. ജ്വല്ലറീസ് എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നും ഇല്ല കേട്ടോ, ഒരു 3-4 പീസേ ഉള്ളൂ. എന്തായാലും ജ്വല്ലറീസ് വിട്ടിട്ടൊരു ഫെസ്റ്റീവ് സീസൺ ഇല്ലല്ലോ നമുക്ക്. ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ പുതിയ ഡ്രസ്സ്, ജ്വല്ലറീസ് ഇതൊക്കെയാണ് മെയിനായിട്ട്. അപ്പോൾ ദിവാലി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന് തുടങ്ങി എല്ലാവരും, നോർത്തിലേക്കാണെങ്കിൽ പിന്നെ പറയണ്ട, എല്ലായിടത്തും ഓരോ രീതിയിലാണ് ആഘോഷിക്കുന്നതെന്നേ ഉള്ളൂ. പക്ഷേ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു വലിയൊരു ഫെസ്റ്റിവൽ തന്നെയാണ് ദിവാലി. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ജ്വല്ലറീസ് ഉണ്ട് പുതിയത്. അപ്പോൾ 2-3 നെക്ക് പീസ് ഉണ്ട്, നമുക്ക് അത് നോക്കിയാലോ. ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു നെക്ക് പീസാണ് കേട്ടോ. ഇത് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവാം, നിങ്ങൾക്ക് പരിചയമുള്ളതാവാം. കാരണം ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ എനിക്ക് നല്ല അഫോർഡബിൾ ആയിട്ടാണ് കിട്ടിയത്. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, ഞാനിപ്പോൾ ജസ്റ്റ് ലിങ്ക്സൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ ഞാൻ ഈ വാങ്ങിയ എല്ലാം ഞാൻ വാങ്ങിയതിനേക്കാളും ഡിസ്കൗണ്ടിലാണ് കേട്ടോ ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ചാൻസ് മിസ് ചെയ്യരുത്. എന്തെങ്കിലുമൊക്കെ ഷോപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലായിടത്തും ഭയങ്കര ഓഫറും ഡിസ്കൗണ്ടും ഒക്കെയാണ്, ഇപ്പോൾ ആമസോണിലാണെങ്കിലും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് വാങ്ങാനുണ്ടെങ്കിൽ ബെസ്റ്റ് ടൈം ഇതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഒന്നും മിസ് ചെയ്യണ്ട കേട്ടോ എന്താണെങ്കിലും. അപ്പോൾ ഈ ജ്വല്ലറീസിനൊക്കെ 70% ഒക്കെ വരെ ഓഫുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു പീസാണ്, നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റ് പീസാണ്. അടുത്ത വന്നിട്ട് ഒരു സെറ്റാണ്, ഇയറിങ്സും നെക്ക് പീസും കൂടി ഒരു സെറ്റാണ്. അപ്പോൾ ഞാൻ ഇത്തവണ കുറച്ച് വലുതാണ് കേട്ടോ എല്ലാം വാങ്ങിയിട്ടുള്ളത്. ഞാൻ എപ്പോഴും സിമ്പിൾ വാങ്ങിക്കുമ്പോൾ ഭയങ്കര കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ഒന്നും നോക്കിയില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇയറിങ്സാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. നെക്ക് പീസ് വന്നിട്ട് ഇങ്ങനെയാണ്, കണ്ടില്ലേ, നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഞാൻ ഈ ഒരു ഡ്രസ്സിൻ്റെ കൂടെ വെക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി കാണാനായിട്ട് സാധിക്കില്ല. പക്ഷേ കാണാനായിട്ട് ഭയങ്കര ഹെവി ആയിട്ട് തോന്നും. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ ഇത് കാണാൻ. എന്താ പറയുക, കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു അയ്യോ, പക്ഷേ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ സാരീൻ്റെ ഒപ്പവും സൽവാറിൻ്റെ ഒപ്പവും ഒക്കെ നമുക്ക് പോകുന്നൊരു പീസ് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് വൺ. അപ്പോൾ നെക്സ്റ്റ് വൺ വന്നിട്ട് ബാംഗിൾസ് ആണ്. അപ്പോൾ ഞാനൊരു സെറ്റ് ഓഫ് സിൽവർ ബാംഗിൾസ് വാങ്ങിയിട്ടുണ്ട്, ഓക്സിഡൈസ്ഡ് സിൽവർ ബാംഗിൾസ്. അപ്പോൾ അതെ ഇങ്ങനെയാണ് കേട്ടോ. ഇത് ഒരു സെറ്റ് ഞാനിപ്പോൾ പാക്കിൽ നിന്ന് പൊട്ടിച്ചെടുത്തതാണ്. അപ്പോൾ ഇത് ഒരു സെറ്റ്, ഇതുപോലെ ഒരു സെറ്റ് കൂടി ഉണ്ട്. അതാണ് ഞാൻ ഫസ്റ്റ് കാണിച്ച പൊട്ടിച്ചെടുത്തത്. അപ്പോൾ ഇങ്ങനെ രണ്ടും കൂടി എനിക്ക് തോന്നുന്നു 200 സംതിങ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ പ്രൈസിലൊക്കെ വേരിയേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ലിങ്ക്സ് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, കുറച്ച് ഹെവിയാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ, 2 സെറ്റും കൂടെ ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെയിറ്റ് ഉണ്ട്. ഞാൻ ഈ നെക്ക് പീസിൻ്റെ കാര്യം പറഞ്ഞ പോലെയല്ല, ഇത് കുറച്ച് വെയിറ്റ് ഉണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. പക്ഷേ നല്ല രസമുണ്ട് കാണാൻ, നല്ല ഭംഗിയാണ്. ഈ ഒരു പ്രൈസിന് നല്ലതാണ്. നമുക്ക് പല രീതിയിൽ ഇടാം, സിംഗിൾ പീസായിട്ട്, ഇത് മാത്രമൊക്കെ ആയിട്ട് അങ്ങനെയും ഒക്കെ ഇടാം കേട്ടോ. നല്ല രസമുണ്ട്. നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു സിംഗിൾ പീസാണ്. ഇതും അപ്പോൾ നിങ്ങൾ വേറെ എൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവണം. ഇത് ഇങ്ങനെയാണ് കേട്ടോ, വേണ്ടല്ലേ, ഇങ്ങനെ ഇടുന്നതാണ്. ഈ ബാംഗിൾസ് ഞാൻ നേരത്തെ കാണിച്ചത് നമുക്ക് സൈസ് സെലക്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഫ്രീ സൈസാണ്. ഓക്കെ, ബാംഗിൾസിന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതും നല്ല രസമുണ്ട്. ഫ്ലവേഴ്സ് ഇല്ലാണ്ട് നമുക്ക് എന്ത് ഇന്ത്യൻ ഫെസ്റ്റിവൽ അല്ലേ. അപ്പോൾ ഞാൻ ഇത്തവണ 2 ഗാജ്ര വാങ്ങിച്ചിട്ടുണ്ട്. ഇത് അറിയാമല്ലോ, ആർട്ടിഫിഷ്യൽ ഫേക്ക് ഫ്ലവേഴ്സാണ്. നമുക്ക് ബണ്ണൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. ഇതിന് മുന്നേ ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതൊന്നും എനിക്കിഷ്ടമായിട്ടില്ല. കാരണം ഇതും ഞാൻ പറയുകയാണെങ്കിൽ വലിയ ക്വാളിറ്റി ഒന്നുമില്ല, പക്ഷെ പിന്നെയും ഓക്കെയാണ്. ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. എന്നാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് തെർമോക്കോളാണ് കേട്ടോ. ഓക്കെ,
ഇതൊക്കെ കുറച്ച് ലൂസാണ് ഇവിടെയൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. ഇത് ഞാൻ കുറേ വാങ്ങി, അപ്പോൾ ലാസ്റ്റ് മടുത്തു. അങ്ങനെയാണ് ഇതിപ്പോൾ എടുത്തത്. അടുത്ത 2 നെയിൽ പോളിഷാണ്. നമ്മുടെ ഫേസസ് കാനഡയിൽ നിന്നുള്ള 2 നെയിൽ പോളിഷാണ്. നല്ല 2 കളേഴ്സാണ് കേട്ടോ. യെല്ലോ ആൻഡ് ഇത് വന്നിട്ടൊരു ഗ്രേ ഷെയ്ഡാണ്. അപ്പോൾ ഇത് 2 നെയിൽ പോളിഷ് എടുത്തിട്ടുണ്ട്. ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്, അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ഒക്കെ ആണെന്നാണ് റിവ്യൂസ് കണ്ടത്. എന്തായാലും നോക്കാം. അടുത്തൊരു മേക്കപ്പ് റിമൂവറാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് വന്നിട്ട് ലോറിയൽ പാരീസിൻ്റെ ഒരു മേക്കപ്പ് റിമൂവറാണ്. ഇത് എന്താ പറയുക, ലിപ്പ് ആൻഡ് ഐ മേക്കപ്പ് റിമൂവർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡെർമറ്റോളജിക്കലി ആൻഡ് ഒപ്തമോളജിക്കലി ടെസ്റ്റഡ് ആണ്. അപ്പോൾ അത്യാവശ്യം സെൻസിറ്റീവ് സ്കിന്നാണ് എന്നൊക്കെ ഉണ്ടെങ്കിലും ട്രൈ ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റാണ്. ഞാനിത് ജസ്റ്റ് ഒരു തവണ യൂസ് ചെയ്ത് നോക്കി, നല്ലതാണ് കേട്ടോ. പിന്നെ ഇത് ഓയിൽ ബേസ്ഡ് ആണ്, ഓയിൽ ഫ്രീ അല്ല, ഓയിൽ ബേസ്ഡ് ആണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇത് കണ്ടോ, ഇതിങ്ങനെ 2 ലെയറായിട്ടാണ് നിൽക്കുന്നത് അകത്ത് പ്രോഡക്റ്റ്. ഇത് ഓയിൽ ബേസ്ഡ് ആണ്, പക്ഷെ നല്ല പ്രോഡക്റ്റ് ആണെന്നാണ് തോന്നുന്നത് കേട്ടോ. ഒരു തവണ യൂസ് ചെയ്ത് നോക്കിയാൽ കൊള്ളാം. അടുത്തത് ഈ ഒരു ജില്ലറ്റിൻ്റെ ഈ വീനസ് റേസറിൻ്റെ റീഫിൽ ബ്ലേഡ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത് 2 പീസിന് 350 റുപ്പീസാണ്. എഗെയിൻ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ എല്ലാം ഓഫറിൽ നടക്കുകയാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങൾ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വാങ്ങി വെച്ചോളൂ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒരു റാൻഡമായിട്ട് സെലക്ട് ചെയ്തെടുത്ത സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഇത് വന്നിട്ട് ഈ ഒരു ലാവൻഡർ കളറിലും ബ്ലൂ കളറിലുമുള്ള റേസേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ബ്ലേഡ് നമുക്ക് ഏതിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇത് ബ്ലൂവിലും യൂസ് ചെയ്യാം, ബ്ലൂവിൻ്റെത് ഇതിലും യൂസ് ചെയ്യാം, അങ്ങനെയാണ്. അപ്പോൾ ഇതിൽ ഈ ബ്ലേഡിൽ വന്നിട്ട് സോപ്പും കൂടി വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വൺ ഒരു സൺസ്ക്രീനാണ്. ഇത് വാവിൻ്റെ ഒരു സൺസ്ക്രീനാണ് കേട്ടോ. അപ്പോൾ എന്നോട് കുറേ പേര് സൺസ്ക്രീനിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനുള്ള പ്രോഡക്റ്റ്സ് ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ വാങ്ങിയതാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, കവറൊന്നും പൊട്ടിച്ചിട്ടില്ല. ഇത് 55 ആണ് കേട്ടോ, SPF 55 ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ, അടുത്ത വന്നിട്ട് ഡവിൻ്റെ ഈ ഒരു ബോഡി വാഷാണ് കേട്ടോ. കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ ഏത് സോപ്പാണ് യൂസ് ചെയ്യുന്നത്, ബോഡി വാഷാണോ എന്ന്. അപ്പോൾ ഡവിൻ്റെയാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സോപ്പിനേക്കാളും ഭയങ്കര ലാഭമാണ് കേട്ടോ ഈ ബോഡി വാഷ്. ഇത് 800 ml ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ വാങ്ങിയതിനേക്കാളും ഇപ്പോൾ പ്രൈസ് ഭയങ്കര കുറവാണ്, ഡിസ്കൗണ്ട് ഓഫറിലാണിപ്പോൾ. അപ്പോൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ. ഇതിനെപ്പറ്റി പറയാനൊന്നുമില്ല. ഡവിൻ്റെ സോപ്പൊക്കെ ഒരുമാതിരി എല്ലാവരും യൂസ് ചെയ്തിട്ടുള്ളതാണല്ലോ. അപ്പോൾ ബോഡി വാഷ് അടിപൊളിയാണ് കേട്ടോ. എനിക്കിത് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും, കുറച്ച് പേർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക്സും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.